അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെ നല്ല തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വോയിസ് ഒക്കെ വരും, അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകാതിരിക്കുക. ഉറപ്പായിട്ടും മാക്സിമം നിങ്ങൾ സിലബസ് കവർ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ സിലബസ് ഒക്കെ കവർ ചെയ്യാനുള്ളൊരു ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ ചോദിക്കുമെന്ന് ഒരിക്കലും ഉറപ്പില്ല. പിന്നെ വീഡിയോസ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരു അനാട്ടമി ഇപ്പോൾ നമുക്ക് 10 ചാപ്റ്റർ ഉണ്ട്, അതിലൊരു 6-8 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സിലബസിലെല്ലാം കവർ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് തീരെ നിവർത്തിയില്ലാണ്ട് വന്നപ്പം കുറേയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ സെലക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഫസ്റ്റ് സെമ്മ് ശരിക്കും നല്ല ടെൻഷനായിരുന്നു ഫെയിൽ ആവുമോ എന്നുള്ളൊരു കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ എഫേർട്ട് എടുത്തിരുന്ന് ലാസ്റ്റ് ആ ഒരു 2 വീക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 3-4 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ, ചേച്ചി ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും പറയുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ തോന്നിയാലും അതിൽ തെറ്റൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാവരും മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഞാൻ അതിൽ നിന്ന് വളരെ സെലക്റ്റീവായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തീരെ ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. മാത്രമല്ല അതിൽ നിന്ന് വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. എന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ആ ഒരു അനാട്ടമിക്കൽ ടേംസ് നമ്മളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ ഡോർസൽ ഏതാണ്, വെൻട്രൽ ഏതാണ്, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ചിലപ്പോൾ 1-2 സെൻറ്റൻസേ കാണും. ഒന്ന് വായിച്ച് വെച്ചെന്ന് പറഞ്ഞ് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്തതായിട്ട് അനാട്ടമിക്കൽ പ്ലെയിൻസ്, അതും സിമ്പിളാണ്. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് വായിക്കാനുള്ളൂ. ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ലെവലിന് പറയല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾ ബാക്കി അങ്ങോട്ട് പഠിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻറ്റീരിയറും വെൻട്രലും സുപ്പൈനും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് അറിയാണ്ട് ബാക്കി പഠിച്ചിട്ട് കാര്യമില്ല. അടുത്തത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മൂവ്മെൻറ്റ്സ് ആണ്. മൂവ്മെൻറ്റ്സിൽ വരുന്നത് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, റൊട്ടേഷൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനാണെങ്കിൽ പ്രീവിയസിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടായിരുന്നു അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അന്നേ എക്സാമിന് പോകുന്നതിന് മുന്നേ മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു അബ്ഡക്ഷൻ, അഡക്ഷൻ, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഇതിൽ നിന്നൊക്കെ മസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു 1 വേർഡ് എങ്കിലും ചോദിച്ചിരിക്കും, ഒരു MCQ എങ്കിലും ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലേതോ അബ്ഡക്ഷൻ, അഡക്ഷൻ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഉറപ്പായിട്ടും അതിലും ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് ഒരു 1 വേർഡ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ഗുണമാവത്തില്ലേ, ചിലപ്പോൾ 1-2 ചോദിച്ചാലോ. സോ അത് പഠിക്കണം. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. എസ്സേ പോലെ പഠിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ. അടുത്തതായിട്ട് സെൽ സ്ട്രക്ചറും സെൽ ഡിവിഷനും, അതൊക്കെ നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യം. ജസ്റ്റ് വായിച്ചു വിടുക. നമുക്കറിയാമല്ലോ സെൽ സ്ട്രക്ചർ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, ഒരു സെല്ലിനകത്ത് ഏതൊക്കെ സെൽ ഓർഗണൽ ഉണ്ട്, അതൊക്കെ തന്നെ ജസ്റ്റ് വായിച്ചു വിട്ട് പഠിക്കുക. ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല. അടുത്തതായിട്ട് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം പലതരത്തിലുള്ള സിമ്പിൾ ഉണ്ട്, സ്ക്വാമസ്, സിമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്, കോളംനാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുന്ന രീതിക്ക് ഒരു എസ്സേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ടിഷ്യൂസിൻ്റെ എന്താണ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ സ്ക്വാമസ്, അങ്ങനെ എല്ലാം, എപ്പിത്തീലിയം എല്ലാം നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. സോ അതൊരു ഷോർട്ട് നോട്ടാണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഗ്ലാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലാൻസ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്തതായിട്ട് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് മെയിനായിട്ട്. ഹയലിൻ ഉണ്ട്, ഫൈബ്രോ കാർട്ടിലേജ് ഉണ്ട്, എലാസ്റ്റിക് കാർട്ടിലേജ്, ഇത് 3 മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സോ അത് ഉറപ്പായിട്ടും പഠിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ കാർട്ടിലേജ് എന്നായിരിക്കും ചിലപ്പോൾ ഷോർട്ട് നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാർട്ടിലേജ് എന്താണെന്ന് എഴുതണം,
ടൈപ്സ്, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം എഴുതേണ്ടതായിട്ട് വരും. പിന്നെ മെയിനായിട്ടുള്ളത് മസിൽസ് ആണ് എന്ന് പറയുമ്പോൾ സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ഇതിൻ്റെ മൂന്നിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഫീച്ചേഴ്സ് ഓഫ് 3 ടൈപ്സ് ഓഫ് മസിൽസ്, അല്ലെങ്കിൽ കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് സ്കെലറ്റൽ മസിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. മാത്രമല്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെലറ്റൽ മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കും. സോ അത് സ്കിപ്പാക്കല്. അപ്പം ഞാൻ ഇത്രയും ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്, സ്കിപ്പ് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്നത് സ്കിപ്പ് ആക്കരുത്. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഫ്ലെക്ഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ അതെന്ത് ചെയ്യണം, 1 വേർഡ് ചോദിക്കുന്ന രീതിക്ക് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. മസ്റ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പം എപ്പിത്തീലിയൽ ഉണ്ട്, സ്ക്വാമസ് ഉണ്ട്, കോളംനാർ ഉണ്ട്, അങ്ങനെ കെരാറ്റിനൈസ്ഡ്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് വന്നാൽ എഴുതാൻ പാകത്തിന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ ശരിക്കും +1 പഠിക്കുന്നതാണ്. അപ്പം വലിയ പാട് കാണത്തില്ല പഠിക്കാൻ. പാടുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. അടുത്തായിട്ട് ഗ്ലാൻസ് നിങ്ങളൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ചോദിക്കാൻ പറ്റിയൊരു ഷോർട്ട് നോട്ടാണ് കേട്ടോ. അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ കാർട്ടിലേജ്, 3 ടൈപ്പ് കാർട്ടിലേജ്, അതിനെ പറ്റിയിട്ട് പഠിക്കുക. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് സ്കെലറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയക് മസിൽ. അത് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാനല്ല ചാൻസ്, അത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാനാണ് ചാൻസ്. അപ്പം ഇത് ഇത്രയും നിങ്ങളൊരു പേപ്പറിലോ വല്ല എഴുതി വെച്ചിട്ട് ഇത്രയും നിങ്ങൾ മറക്കാണ്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഐഡിയ കാണത്തില്ല ഇതെന്തൊക്കെയാണ് സംഭവം. അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു പോകുന്നത്. അടുത്ത റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ, മസിൽസ് ഓഫ് റെസ്പിറേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ഇൻ നഴ്സിംഗ് ആണ്. അപ്പം സ്ട്രക്ചർ ഓഫ് ദ റെസ്പിറേഷനെ സഹായിക്കുന്ന ഓർഗൻസിന്റെ സ്ട്രക്ചർ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആ ഒരു പാത്വേയിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. നോസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്, ഫാരിൻസ്, ലാരിൻസ്, ട്രക്യ, ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ലങ്സ്, അങ്ങനെ പോകുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആ ഒരു പാത്വേ. അപ്പം സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് പറയാന്നുള്ളത് സീരിയസ്ലി വെരി ഡിഫിക്കൽട്ട്. പിക്ക് ചെയ്ത് എന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ചാപ്റ്ററാണ് ഈ പറയുന്ന കാർഡിയോവാസ്കുലാർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. കാർഡിയോവാസ്കുലാർ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആട്ടോ. അപ്പം സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ എൻഡോക്രൈന്, ഡൈജസ്റ്റീവ്, ഇതൊന്നും ശരിക്കും സ്കിപ്പ് ചെയ്തെടുത്ത് ഇതാ ഇമ്പോർട്ടൻറ്റ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല ശരിക്കും. എന്ന് വെച്ചാൽ കുറേ ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും പാടാണ്. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പിന്നെ ഉറപ്പായിട്ടും എനിക്ക് പറയാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേസൽ ക്യാവിറ്റി പഠിക്കാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കണം. പിന്നെ ഫാരിൻസ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയാവോ? സോ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഫാരിൻസ് എന്താണ്. ഇറ്റ് ഈസ് ദ കോമൺ പാസേജ് ഓഫ് ബോത്ത് ഫുഡ് ആൻഡ് എയർ എന്ന് പറയുമ്പോൾ ഫുഡ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കൂടെ തന്നെ എയർ കടന്നു പോകുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പാത്വേയിലെ ഒരു പാർട്ടാണ് ആ ഒരു ഫാരിൻസ്. സോ ഫാരിൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ചോദിക്കാൻ, 2 സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ. സോ നിങ്ങൾ ഫാരിൻസ് പഠിക്കണം. ഫാരിൻസ് തന്നെ അറിയാലോ, നേസോ ഫാരിൻസ്, ഓറോ ഫാരിൻസ്. അപ്പം അതിൻ്റെ ഒരു 3 ടൈപ്പ് ഉണ്ട്, അതും പഠിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കണം. അതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരിൻസ് സ്കിപ്പ് ആക്കരുത്. പിന്നെ ലാരിൻസ് ഉണ്ട്, ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ലങ്സ്, പ്ലൂറൊക്കെ. അപ്പം ലങ്സ് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻ ലങ്സ് ആയിരുന്നു. സോ നിങ്ങൾ ലങ്സ് ഉറപ്പായിട്ടും പഠിക്കണം. എന്ന് പറയുമ്പോൾ നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങുമ്പോൾ തന്നെ ലങ്സ് പഠിക്കാൻ നിങ്ങൾ ചാപ്റ്റർ അടയ്ക്കരുത്. ലങ്സ് വൃത്തിയായിട്ട് പഠിക്കണം. അവിടെ ഇവിടെയും പഠിക്കാനല്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ലങ്സ് പഠിക്കണം. എസ്എ ക്വസ്റ്റ്യൻ ആണ്. സുഖമായിട്ട് 10 മാർക്കിന് ചോദിക്കും. അതനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. സോ ലങ്സ് പഠിക്കണം. ലങ്സ് കാണിച്ചുകൊണ്ടുള്ളൊരു നമ്മൾ ഹൗ ടു സ്റ്റഡി അനാറ്റമി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നോട്ട് വെച്ചും ടെക്സ്റ്റ് വെച്ചും കാണിച്ചു തരുന്നത്, കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റായിട്ടും പഠിക്കേണ്ടത് നേസൽ ക്യാവിറ്റി, ലങ്സ്, പ്ലൂറ പഠിക്കണം കേട്ടോ. പ്ലൂറ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാരിൻസ് സ്കിപ്പ് ആക്കരുത്, നേസൽ ക്യാവിറ്റി സ്കിപ്പ് ആക്കരുത്. ട്രക്കിയയും ഇമ്പോർട്ടൻ്റ് ആണ്, ട്രക്കിയയും സ്കിപ്പ് ആക്കരുത്. ബ്രോങ്കികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്തിരിക്കണം. പിന്നെ വരുന്നത് മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആണ്. എക്സ്പിറേഷനും ഇൻസ്പിറേഷനും ഒക്കെ സഹായിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് നോട്ടായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പറഞ്ഞു വരുമ്പം സത്യത്തിൽ എല്ലാം പഠിക്കണം, പക്ഷെ അങ്ങനെ പറയാണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലടാ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ
നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നേസൽ ക്യാവിറ്റി പഠിക്കുക, ഫാരൻസ് പഠിക്കുക, ട്രക്കിയ പഠിക്കുക, ലെങ്സ് പഠിക്കുക, മസിൽസ് ഓഫ് റെസ്പിറേഷൻ പഠിക്കുക. ഇത്രയും സ്കിപ്പ് ചെയ്യരുത്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉറപ്പായിട്ടും വേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പഠിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ഇൻ നഴ്സിംഗ്, അത് എല്ലാ ചാപ്റ്ററിലും വരുന്നുണ്ട്. നഴ്സിംഗിൽ ഇതിൻ്റെ റോളും കാര്യങ്ങളും അതെല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം കാണും. അത് ഏത് ചാപ്റ്റർ ആണെങ്കിലും ജസ്റ്റ് വായിച്ച് വെച്ച് മനസ്സിലാക്കി വെക്കുക, ചോദിച്ചാൽ എഴുതേണ്ടതായിട്ട് വരും. അടുത്തത് നമുക്ക് ഡൈജസ്റ്റ് സിസ്റ്റത്തിലോട്ട് പോകാം. ഡൈജസ്റ്റ് സിസ്റ്റത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് അലിമെന്ററി കനാൽ ആൻഡ് ആക്സസറി ഓർഗൻസ് ഓഫ് ഡൈജഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഇൻ നഴ്സിംഗ് ആണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അലിമെന്ററി കനാല്, പ്രൈമറി ഓർഗൻസും പറഞ്ഞിട്ടുണ്ട്, ആക്സസറി ഓർഗൻസും പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന പ്രൈമറി ഓർഗൻസ് ഓഫ് ഡൈജഷൻ, അതും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സസറി ആയിട്ട് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ പ്രൈമറി ആയിട്ട് ഡൈജസ്റ്റീവ് ഓർഗൻസിനകത്ത് വരുന്നത് മൗത്ത്, ഫാരൻസ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആക്സസറിക്കകത്ത് വരുന്നത് ടീത്ത്, ടങ്, സലൈവറി ഗ്ലാൻഡ്, എക്സോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ്, ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. സോ ഇത് ഇത്രയും ശരിക്കും നിങ്ങൾ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എസ്സേക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഇത്രയും. പക്ഷേ സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ഇത്രയും പഠിക്കണം. ഞാൻ പറഞ്ഞില്ല, ഡൈജസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം ഏതൊക്കെയാണ് പ്രൈമറി ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്നും ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണെന്നും ആദ്യം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പാകത്തിന്. അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്ക് മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും എനിക്ക് പറയാനുള്ളത് ടങ് നിങ്ങൾ പഠിക്കണം. ടങ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടങ് എന്ന് പറയുമ്പോൾ തന്നെ ടങ്ങിനകത്ത് തന്നെ പാപ്പില്ലേ വരുന്നുണ്ട്. അതിന്റെ പാപ്പില്ലയുടെ ടൈപ്സ് ഉണ്ട് കേട്ടോ. ഒരു 5 ടൈപ്പ് എന്തുണ്ടെന്ന് തോന്നുന്നു. അത് 4 ടൈപ്പ് ഉണ്ട്, ശരിക്കും മറന്നുപോയി. പക്ഷെ അത് വരച്ചത് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു പിക്ചർ 4 അത് വരയ്ക്കാനും പഠിക്കണം. സോ പാപ്പില്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ടങ്ങിനകത്ത് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ നെർവ് സപ്ലൈ ഓഫ് ടങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നെർവ് സപ്ലൈ ഒക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ടങ്ങിൻ്റെ നെർവ് സപ്ലൈ ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പഠിക്കുക. അതിൽ തന്നെ വരുന്നതാണ് പാപ്പില്ലേ, കൂടെ തന്നെ ടേസ്റ്റ് ബഡും പഠിക്കുക. അടുത്തായിട്ട് ഫാരൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്റ്റായിട്ട് നിങ്ങൾ ഫാരൻസ് പഠിച്ചിരിക്കണം, മസ്റ്റാണ്. ഫാരൻസിൻ്റെ പാർട്സ് ഉണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ സലൈവറി ഗ്ലാൻഡും പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് സലൈവറി ഗ്ലാൻഡ്സിൻ്റെ. അത് പിന്നെ വരുമ്പോഴത്തേക്ക് ഈസോഫാഗസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈസോഫാഗസിനകത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ പാർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഓരോ ഫംഗ്ഷനും എല്ലാം പറയുന്നുണ്ട്. ഈസോഫാഗസും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈസോഫാഗസ് ഒക്കെ ശരിക്കും ഭയങ്കര റോളുള്ള ഒരു പാർട്ടാണ്. ഈസോഫാഗസ് പഠിക്കുക. പിന്നെ സ്റ്റൊമക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എസ്സേ എന്ന് പറയുന്നത് മേ ബി അത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം. പക്ഷേ അതിനെ എസ്സേ ആയിട്ട് ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നമുക്ക് പറയാൻ പറ്റും ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാനും മാത്രം ഉണ്ട്. അതാണ് എസ്സേ ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ ലെങ്സിൻ്റെ കാര്യം പറഞ്ഞു, ലെങ്സ് പോലെ തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് സ്റ്റൊമക്ക്. സോ സ്റ്റൊമക്ക് നമ്മൾ നേരത്തെ ലെങ്സിന് പറഞ്ഞപ്പോൾ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ സ്റ്റൊമക്കിനും ഉണ്ട്. സോ സ്റ്റൊമക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക. പടമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ, ആ കാര്യം മറന്നു പോകരുത്. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത്, ഡിയോഡിനം, ജജനം, ഇലിയം. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും പഠിക്കണം. പക്ഷേ നിങ്ങൾ സമയം കിട്ടുന്ന പോലെ എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിയോഡിനം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് വരുന്ന സമയത്ത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സീക്കം തന്നെ എന്ത് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ പോർഷൻ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം പഠിക്കുക, സീക്കം പഠിക്കുക. കൂടെ തന്നെ നിങ്ങൾ കോളൻ പഠിക്കുക. കോളൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ട്രാൻസ്വേഴ്സ് കോളൻ ഉണ്ട്, അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്, സിഗ്മോയിഡ് കോളൻ. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ചോദിക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള ഡൈജഷന് സഹായിക്കുന്ന ഓർഗൻസിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ആരുണ്ട്, ആക്സസറി ഓർഗൻസ് ഉണ്ട്. പ്രൈമറി കഴിഞ്ഞിട്ടുള്ളൂ. ആക്സസറിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് പഠിക്കണം, ലിവർ പഠിച്ചിരിക്കണം. ലിവർ മസ്റ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക. അപ്പം ഈ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ
ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ചിലപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കത്തേ ഉള്ളായിരിക്കും. നമ്മൾ ഈ വീക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം ചിലപ്പോൾ വോയിസ് ഓവർ ആയിട്ടേ ചെയ്യത്തുള്ളായിരിക്കും. അപ്പോൾ എന്നാലും നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കുന്ന പോലെ ഇതുപോലെ വീഡിയോസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പക്ഷെ അങ്ങനത്തെ വീഡിയോയിൽ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ സ്റ്റൊമക്കിൻ്റെ ലങ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ല അതുപോലെ. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ വന്നിരുന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് പോയിരിക്കുമ്പം നമ്മൾ പഠിച്ചുകൊണ്ട് പോയതൊന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. അതുകൊണ്ട് ആലോചിച്ചിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു 3 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു 3 ദിവസം കൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമല്ലേ. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വലുതായിട്ടൊന്നും ഇല്ല, അതൊരു കുറച്ച് നേരം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേതും എന്ത് ചെയ്യുക, നിങ്ങളൊരു 3 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. 3 ദിവസമല്ല, ഒരു 1.5 ദിവസം കൊണ്ട് ഈ 3 ചാപ്റ്റർ നിങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന എപ്പോഴാണോ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങുക. ഒരു 1.5 ദിവസത്തിനുള്ളിൽ ഇത്രയും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ശരിക്കും നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന. ഒരു 10 മണി 10:30 സമയത്താണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെതായ കുറവുകൾ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതൊക്കെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.